the prayer will give you boldness in the right direction. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ എന്തോ പ്രാർത്ഥിക്കുകയല്ല, എന്റെ പ്രാർത്ഥന ദൈവത്താൽ നയിക്കപ്പെട്ടതാണെന്നുള്ള ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ പറ്റും. And you will have so much of boldness. അപ്പോൾ നിങ്ങൾക്ക് വലിയ ധൈര്യം ഉണ്ടാകും പ്രാർത്ഥനയിൽ. Because you will stop moving by sight, you will start moving by faith. അങ്ങനെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ദൈവ പദ്ധതിയില ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് ഉറപ്പ് വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ധൈര്യം ഉണ്ടാകും. Shout and say, I am a blessed person. ഒന്ന് വിളിച്ചു പറഞ്ഞാടെ ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവപൈതല. I am a blessed person. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. Jesus said, give us our daily bread or give us your daily plan so that the kingdom of God will come down. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇന്നത്തെ ആഹാരം തരണമേ എന്ന് പറഞ്ഞാൽ അതത് ദിവസത്തെ ദൈവരാജ്യത്തിന്റെ പദ്ധതികൾ ചെയ്യുന്നത് കൂടിയാണ് അതിനകത്ത് അർത്ഥമാക്കുന്നത്. Turn to someone and say, you are a soldier of Jesus Christ. അടുത്തിരിക്കുന്നവരുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് പറയണം, നിങ്ങൾ ദൈവത്തിന്റെ ഭടനാണ്. And a soldier is never fearful. പറഞ്ഞാട്ടെ, ഒരു ദൈവ ഭടൻ, ഒരു പട്ടാളക്കാരൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. If you believe it, shout an amen. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ.